ബി.ജെ.പിയിൽ തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പ് നടന്നുവെന്ന് പ്രസംഗിച്ച് ബി.ജെ.പി നേതൃത്വത്തെ വിട്ടിലാക്കി പി.സി. ജോർജ്. പൂഞ്ഞാറിൽ 4.5 കോടി രൂപ ബി.ജെ.പി നേതൃത്വം നൽകിയിരുന്നുവെന്നും ബി.ജെ.പി നേതൃത്വം അനുവദിച്ച പണം നേതാക്കൾ തട്ടിയെടുത്തു എന്നുമാണ് കഴിഞ്ഞ മാസം എരുമേലിയിൽ നടന്ന പ്രസംഗത്തിൽ പി.സി. ജോർജ് പരാമർശിച്ചത്. ബി.ജെ.പിയുടെ പണം ഉപയോഗിച്ച് എല്ലാവരും കാറ് പുതിയത് വാങ്ങുകയാണ്. ബി.ജെ.പിയുടെ പണം ഉപയോഗിച്ച് കാർ മേടിച്ചാൽ കാർ ഇടിച്ചു പോകുമെന്നായിരുന്നു പി.സി. ജോർജിന്റെ പ്രസംഗം. 4.5 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട് പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ. അറിയാമോ എത്ര പേർക്കറിയാം? നിങ്ങൾ ആരൊക്കെ വീതം പറ്റിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങൾ സ്വയം ചിന്തിച്ചു കൊടുക്കും. ഞാൻ അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ. ആ രൂപ ഞാൻ തൊട്ടില്ലെന്ന് മാത്രമല്ല, അത് മുഴുവൻ നമ്മുടെ സജി കുരിക്കാടിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. എനിക്ക് പറ്റില്ല. സാമ്പത്തിക കാര്യത്തിന് ഇടപാടില്ലാതെ അവിടെ കൊണ്ടുപോകാം. സാമ്പത്തിക കാര്യം അവിടെ ഇലക്ഷൻ കഴിഞ്ഞ് എല്ലാവരും വിളിച്ചു ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, സജി ആ കണക്ക് തരാമെന്ന്. ഒരു കണക്ക് തരാമെന്ന് 3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കണക്ക് എനിക്ക് കൊണ്ടുവന്നു. 4 കോടി 45 ലക്ഷം രൂപ ചെലവായതായിട്ട് കണക്കുകൊണ്ടു. ഞാൻ ആരെയും കാണിക്കാൻ പോയില്ല. കാരണം അത് കാണിച്ചാൽ നമ്മുടെ പാർട്ടി പ്രവർത്തനം കൂടെ നടക്കണം. അത് പലരും ഞാൻ വിളിച്ചു ചോദിച്ചാൽ അവരറിഞ്ഞില്ല. പക്ഷെ ഞാൻ വിട്ടാതിരിക്കാന്നുള്ളതാണ് മാത്രം. ഞാൻ വിടുന്നില്ല, ഇപ്പോഴും വിട്ടാൻ തരാറില്ല. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ തോന്നാം, നിങ്ങൾ ആരെങ്കിലും എടുത്തോ പാർട്ടിക്ക് വേണ്ടി വല്ലതും ചെയ്തോ? വിജയനഗര കിടപ്പുണ്ട് കേട്ടോ. ഉറപ്പില്ല. ഒന്ന് ആരംഭിച്ചു. ഒരു ബൂത്തിൽ 31,000 രൂപ വെച്ച് കൊടുക്കാൻ ശക്തമായ നിർദ്ദേശങ്ങൾ കൊടുക്കുക. എത്ര ബൂത്തിൽ കൊടുക്കും? നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പറയും. ഇങ്ങനെയുള്ള പാർട്ടി പ്രവർത്തനം എല്ലാ ബൂത്തിലും 31,000 രൂപ വെച്ച് കൊടുക്കണമെന്ന്. അതേസമയം പ്രസംഗം വിവാദമായതോടെ മലക്കം മറിഞ്ഞ് പി.സി. ജോർജ് രംഗത്തെത്തി. പൂഞ്ഞാറിൽ ഇലക്ഷന് ഫണ്ട് എന്താണെന്ന് പോലും തനിക്കറിയില്ലെന്നും ബി.ജെ.പിയുടെ 2 പ്രാദേശിക നേതാക്കൾ 4.5 കോടി രൂപ വന്നെന്ന് തന്നെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നുവെന്നും പി.സി. ജോർജ് ഇപ്പോൾ പറയും. പ്രസംഗത്തിന് ശേഷം പാർട്ടി നേതൃത്വം തന്നെ കണക്ക് കാണിച്ചു. 100 രൂപ ചെലവാക്കിയത് പോലും എഴുതി വെച്ചിട്ടുണ്ട്. ഒരാൾക്കെങ്കിലും താൻ പൈസ കൊടുത്തു എന്ന് തെളിയിച്ചാൽ ആത്മഹത്യ ചെയ്യാം എന്നുമാണ് പി.സി. ജോർജ് പറഞ്ഞത്. തോറ്റു കഴിഞ്ഞ് വർത്തമാനമായിട്ട് കാര്യമില്ല. പക്ഷെ രസം എന്താണെന്ന് ചോദിച്ചാൽ അത് കഴിഞ്ഞ് പാർട്ടി നേതൃത്വം എന്നെ ബന്ധപ്പെട്ടു. ഔദ്യോഗിക കണക്കുകൾ പൂർണ്ണമായിട്ട് എന്നെ കാണിച്ചു. മാത്രം 100 രൂപ പുറത്ത് പോലും കണക്ക് എഴുതി എന്നെ കാണിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഒരു പൈസ പോലും ആരും മോട്ടിച്ചിട്ടുമില്ല, കൊടുത്തിട്ടുമില്ല. ഒരു അസംബ്ലി സീറ്റിൽ സ്ഥാനാർത്ഥിക്ക് ചെലവഴിക്കാവുന്ന പണം 40 ലക്ഷം രൂപയാണ്. പക്ഷേ അവർ എന്നോട് ചോദിച്ചു വളരെ വ്യക്തമായിട്ട് കാര്യം പറഞ്ഞു. ഞാൻ എരുമേലി വിളിച്ച് ഇങ്ങനെ പറഞ്ഞത് സത്യമാണ്, പക്ഷേ അത്തരം പണം കിട്ടിയിട്ടില്ല. 100 രൂപ പോലും ചെലവഴിച്ചതിനെ കണക്കെന്നെ കൊണ്ട് കാണിച്ചു. ഒരു പൈസ പോലും ആരും നഷ്ടപ്പെട്ടിട്ടില്ല, കട്ടിട്ടില്ല. 5 പൈസ പോലും കക്കുവ മൂട്ടുക ചെയ്യുന്ന ആളല്ല. വളരെ മാന്യനാണ്. ഒരു തെറ്റും പറയാനില്ല. ഇതാണ് സത്യം. ഞാൻ എരുമേലി പറഞ്ഞത് ശരിയല്ല. ഞാനതിന് ക്ഷമ ചോദിക്കുന്നു. ബി.ജെ.പിയിൽ ഫണ്ട് വിവാദം വലിയ നിലയിൽ കത്തി നിൽക്കുന്ന സമയത്താണ് ദേശീയ നിർവാഹക സമിതി അംഗം കൂടിയായ പി.സി. ജോർജിന്റെ ഒരു പ്രസംഗം വിവാദമാകുന്നത്. എരുമേലിയിൽ നടന്ന പാർട്ടി യോഗത്തിൽ ഉള്ള പ്രസംഗമാണ് ഇപ്പോൾ പുറത്ത് പ്രചരിച്ചിരിക്കുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് ഫണ്ട് ഏതാണ്ട് 4.5 കോടിയോളം രൂപ വന്നു. അത് ചിലർ മധ്യമേഖലാ ജനറൽ സെക്രട്ടറി മുക്കി എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പി.സി. ജോർജ് ഈ പ്രസംഗം നടത്തുന്നത്. അതായത് ഈ മണ്ഡലത്തിൽ ചെലവഴിക്കാവുന്ന പണം പോലും അത് ചെലവഴിക്കാൻ കിട്ടിയില്ല എന്നതടക്കമുള്ള ആരോപണങ്ങൾ പി.സി. ജോർജ് ഉന്നയിക്കുന്നുണ്ട്. അതിഗുരുതരമായ ആരോപണം തന്നെയാണ് ഉന്നയിക്കുന്നത്. പക്ഷേ ഇത് നേരത്തെ തന്നെ പാർട്ടിയുടെ ശ്രദ്ധയിൽ വരികയും പാർട്ടിയിൽ പരാതി പോവുകയും ചെയ്തൊരു വിഷയമാണ്. പക്ഷേ ഈ പ്രശ്നം ഏതാണ്ട് പരിഹരിക്കാൻ എന്ന വണ്ണം തന്നെയാണ് പി.സി. ജോർജിന്റെ ഏറ്റവും ഒടുവിലത്തെ പ്രതികരണം വന്നിരിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. തന്നെ ചിലർ തെറ്റിദ്ധരിപ്പിച്ചതാണ്, ഈ എരുമേലിയിൽ ഉണ്ടായിരുന്ന ചിലർ തന്നെ തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ ആരാണ് ആ തെറ്റിദ്ധരിപ്പിച്ചത് എന്ന് അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് എടുത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഫലത്തിൽ തൻ്റെ തെറ്റിദ്ധാരണ മൂലം തൻ്റെ ഈ പ്രസംഗം തനിക്ക് പറ്റിയൊരു പിഴവാണ്, താൻ ബി.ജെ.പിയുടെ അത്രയും നേതാവാണ്, ശക്തമായി നിൽക്കുന്നു, പ്രധാനമന്ത്രിയാണ് തനിക്കെല്ലാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പി.സി. ജോർജ് തൻ്റെ പ്രസ്താവന തുടരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും ആദ്യഘട്ടത്തിൽ ജോർജിന്റെ പ്രതികരണം വളരെ ഗുരുതരമായിരുന്നു. പ്രത്യേകിച്ച് 40 ലക്ഷത്തിനപ്പുറത്തേക്ക് ഫണ്ട് വന്നോ എന്നതടക്കമുള്ള ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നതാണ്. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ ഇടപെടേണ്ട വിഷയമായിരുന്നു. എന്തായാലും അതാണ് പി.സി. ജോർജ് ഒടുവിൽ തനിക്ക് പറ്റിയ പിഴവാണ്, തന്നെ ചിലർ തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തിരുത്തുന്നത്. കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്ത്, ന്യൂസ് 18.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.